നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്കുള്ള ബ്രസീലിന്റെ സ്ക്വാഡ് നേരത്തെ കോച്ച് ഡൊറിബാൾ ജൂനിയർ പ്രഖ്യാപിച്ചതാണ്. 23 അംഗ സ്ക്വാഡാണ് അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷമാണ് കോൺമെബോൾ സ്ക്വാഡ് 26 വരെയാകാം, 26 താരങ്ങളെ കൊണ്ടുപോകാം എന്നുള്ള ആ ഒരു റൂള് പുറത്തിറക്കിയത്. സ്വാഭാവികമായിട്ടും ബ്രസീൽ ടീമിലേക്ക് 3 പേര് കൂടി ഇനിയും ആഡ് ചെയ്യപ്പെടും എന്ന് ഉറപ്പായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കോച്ച് ആരൊക്കെയാണ് ആ 3 പേരെന്ന് അറിയിച്ചിരിക്കുന്നു. കൂടാതെ പരിക്ക് പറ്റിയ താരത്തിന് പകരം ഒരു താരത്തെ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 4 പേര് ഇപ്പോൾ ബ്രസീൽ ടീമിലേക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടും ആരാധകരെ കാത്തിരുന്ന ഒരു പേര് നെയ്മർ ജൂനിയറുടെ പേരാണ്. അദ്ദേഹം കോപ്പ അമേരിക്ക കളിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇൻ റിയാലിറ്റി അദ്ദേഹം ഇപ്പോഴും റിക്കവറി സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു താരത്തെ, നീണ്ട നാള് പുറത്തിരുന്ന ഒരു താരത്തെ, പരിക്ക് പൂർണ്ണമായിട്ടും മുക്തമായിട്ടില്ലാത്തൊരു താരത്തെ എന്തായാലും ടീമിൽ എടുക്കുക, പ്രത്യേകിച്ച് കോപ്പ അമേരിക്ക പോലുള്ള ഒരു ടൂർണമെന്റ് എടുക്കുക എന്നുള്ളത് സെൻസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ ആരൊക്കെയാണ് ആ 3 പേര് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ബ്രമറെ ടീമിലേക്ക് എടുത്തിരിക്കുന്നത്. ഇപ്പൊ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോഴുള്ള ഒരു വലിയ ആക്ഷേപം അതാണ്. മികച്ച രൂപത്തിൽ യുവന്റസിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ബ്രമറെ എന്തുകൊണ്ട് കൊണ്ടുപോകുന്നില്ല? ഏതായാലും ബ്രമർ ഇപ്പോഴിതാ കോപ്പ അമേരിക്കയ്ക്കുള്ള സ്ക്വാഡിലേക്ക് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ എഡേഴ്സിനെ എടുത്തിരിക്കുന്നു. എഡേഴ്സ് എന്ന് പറയുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ കീപ്പർ എഡേഴ്സൺ അല്ല, അദ്ദേഹത്തെ നേരത്തെ സ്ക്വാഡിൽ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇത് അറ്റ്ലാന്റയുടെ എഡേഴ്സനാണ്. അറ്റ്ലാന്റയുടെ എഡേഴ്സനെ സ്ക്വാഡിലേക്ക് എടുക്കുന്നു. നമ്മളത് 2 ദിവസം മുമ്പ് ബ്രസീൽ ടീമിലേക്ക് ഇനി ആര് വരും, 3 പേര് വരും എന്നുള്ള ചർച്ചയുടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ നമ്മൾ എഡേഴ്സൺ വരാനുള്ള സാധ്യത ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം വരുന്നു. ഒപ്പം തന്നെ പോർട്ടോയുടെ പെപ്പയെ ടീമിലേക്ക് എടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇതിപ്പം പോർട്ടോയുടെ പെപ്പെ എന്ന് പറയുമ്പോൾ പോർച്ചുഗലിന്റെ പെപ്പെ അല്ല, പോർട്ടോയിൽ കളിക്കുന്ന ബ്രസീലിയൻ താരം പെപ്പെ. നേരത്തെയും അദ്ദേഹം ബ്രസീൽ ടീമിലേക്ക് ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ 3 പേരാണ് പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം റഫേൽ സവോപോളയുടെ റഫേലിനെ എഡേഴ്സിന് പകരക്കാരനായിട്ട്, ഗോൾ കീപ്പർ എഡേഴ്സിന് പകരക്കാരനായിട്ട് എടുത്തിട്ടുണ്ട്. എഡേഴ്സിന് നമുക്കറിയാം അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, കണ്ണിന്റെ ഭാഗത്ത് പരിക്ക് പറ്റി പുറത്താണ്. അദ്ദേഹം സിറ്റിയുടെ ബാക്കി മത്സരങ്ങൾ കളിക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതുമായിരുന്നു. അപ്പൊ ഇനി നടക്കാൻ പോകുന്ന ഫൈനലൊന്നും അദ്ദേഹം കളിക്കുന്നില്ല. അപ്പം പരിക്കേറ്റ എഡേഴ്സിന് പകരം റഫേലിനെ കൂടി സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുകയാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.